Before we begin, please note that this video contains AI-generated visualizations, is strictly for educational purposes, and is not financial advice. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? ഒരുപാട് നല്ല വാർത്തകളൊക്കെ ഉണ്ടായിട്ടും മാർക്കറ്റ് എന്താ മുന്നോട്ട് പോകാതിരുന്നത്? ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമ്മുടെ നാട്ടിൽ മാത്രം നോക്കിയാൽ കിട്ടില്ല. ഇതൊരു വലിയ ഗ്ലോബൽ സ്റ്റോറിയാണ്. നമുക്ക് അതിന്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം, അല്ലേ? നമുക്ക് ഈ ഒരു കിടിലൻ ആശയത്തിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യൻ മാർക്കറ്റ് ഈയിടെയായി വലിയ മൂവ്മെന്റ് ഒന്നുമില്ലാതെ സൈഡ് വേസ് ആയിട്ട് പോയപ്പോൾ ഓപ്ഷൻ പ്രീമിയം കുറയുന്നതിന്, അതായത് തീറ്റ ഡികെയ്ക്ക് ഒരു വലിയ അവസരമാണ് അവിടെയുണ്ടായിരുന്നത്. സമയം പോകുന്തോറും ലാഭം കിട്ടുന്ന ഒരു സൂപ്പർ തന്ത്രമാണിത്. നല്ല റിസൾട്ടൊക്കെ വന്നിട്ടും മാർക്കറ്റ് എവിടെയും എത്താതെ നിന്നതെന്തുകൊണ്ടാണ്? നമുക്ക് ഇന്നത്തെ ദിവസം എന്താണ് നടന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. എന്താണ് ഈ പറയുന്ന പ്രീമിയം അല്ലെങ്കിൽ തീറ്റ ഡികെ? സംഭവം സിമ്പിളാണ്. ഒരു ഓപ്ഷന്റെ എക്സ്പയറി ഡേറ്റ് അടുക്കും തോറും അതിന്റെ വില തനിയെ കുറഞ്ഞുവരും. മാർക്കറ്റ് ഒരിടത്ത് തന്നെ ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, വലിയ ചലനമൊന്നുമില്ലെങ്കിൽ, ഈ സമയം പോകുന്നത് ഓപ്ഷൻ വിൽക്കുന്നവർക്ക് ലാഭമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിലെ ഹീറോ ഈ തീറ്റ ഡികെ ആയിരുന്നു. നമ്മൾ ചോദിക്കേണ്ട ശരിയായ ചോദ്യം ഇതാണ്: എന്തുപറ്റി മാർക്കറ്റിന്? എന്തുകൊണ്ടാണ് അത് ഒരിടത്ത് തന്നെ നിന്നത്? ഇതിന്റെ ഉത്തരം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിലല്ല, മറിച്ച് അതിവിശാലമായ ലോകവേദിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തെടുക്കാം. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പ്രശ്നങ്ങളും സാമ്പത്തിക കളികളും എങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസത്തെയും മാർക്കറ്റ് ചലനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും വിചാരിച്ചു റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുമെന്ന്, അല്ലേ? പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. യുദ്ധവും ഉപരോധങ്ങളും വന്നപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം സ്വന്തമായി ഉണ്ടാക്കേണ്ടി വന്നു. അതോടെ രാജ്യത്തിനകത്ത് തൊഴിലവസരങ്ങൾ കൂടി, ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി, അവരുടെ കറൻസി സ്റ്റേബിളായി. പോരാത്തതിന് വിദേശ കമ്പനികളുടെ ലാഭം പുറത്തേക്ക് പോകുന്നതും നിന്നു. ശരിക്കും ഒരു പ്രതിസന്ധിയെ എങ്ങനെ അവസരമാക്കാമെന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണിത്. ഇനി നമുക്ക് അമേരിക്കയുടെ കളികൾ നോക്കാം. അവരുടെ ഇപ്പോഴത്തെ പ്രധാന നോട്ടം റഷ്യയുടെ മേലെയല്ല, മറിച്ച് ചൈനയുടെ മേലെയാണ്. ലോകം മുഴുവനുമുള്ള ചൈനയുടെ ആ ഒരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതിനെ തടസ്സപ്പെടുത്തുക. അതാണ് അവരുടെ മെയിൻ അജണ്ട. ഈ തന്ത്രം അവർ നടപ്പിലാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിക്കേ. ഒന്നാമതായി, ചൈനയുടെ പ്രധാന കൂട്ടാളിയായ ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നു. രണ്ടാമത്, സൂയസ് കനാൽ പോലുള്ള പ്രധാനപ്പെട്ട കപ്പൽ വഴികളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഇതിന്റെയൊക്കെ ഫലമെന്താ? ലോകമെമ്പാടുമുള്ള ഷിപ്പിംഗ് ചെലവ് റോക്കറ്റ് പോലെ കുതിച്ചുയരും. അതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അവരുടെ മാർക്കറ്റിലെ ആ ഒരു മേൽക്കോയ്മ ഇല്ലാതാകും. ഇത് ലോകത്തിന്റെ സപ്ലൈ ചെയിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നീക്കമാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കളികൾ ഒരുവശത്ത് നടക്കുമ്പോൾ നമ്മളെ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വലിയ ഭീഷണി, അത് ടെക്നോളജിയുടെ ലോകത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. മാർക്കറ്റിലേക്ക് ഒരു പുതിയ അനിശ്ചിതത്വം കൂടി വരികയാണ്. അതും ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രൂപത്തിൽ. പരിചയപ്പെടാം. മൈത്തോസ് AI. സൈബർ സുരക്ഷയിലെ ബഗ്ഗുകൾ കണ്ടുപിടിക്കാനാണ് ഇതിനെ ഉണ്ടാക്കിയത്. പക്ഷേ ഇതിന്റെ കഴിവ് അവിടെ തീരുന്നില്ല. ആ കണ്ടുപിടിച്ച ബഗ്ഗുകൾ ഉപയോഗിച്ച് സിസ്റ്റമുകളെ തകർക്കാനും ഇതിന് കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഭീകരമായ സൈബർ ആയുധമായി മാറാൻ സാധ്യതയുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, US ചൈന പോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക യുദ്ധത്തിൽ ഇങ്ങനെ ഒരു ടൂൾ എത്രമാത്രം അപകടകാരിയാകുമെന്ന്. ഇതിന്റെ അപകടം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈയൊരു കാര്യം കേട്ടാൽ മതി. അമേരിക്കയിലെ വലിയ ബാങ്കുകളെല്ലാം കൂടി ഒരുമിച്ച് ഇതിനെതിരെ നിന്നു. US ഫെഡറൽ ബാങ്കിനെക്കൊണ്ട് ഇതിന്റെ റിലീസ് തടയിച്ചു. കാരണം ഇത് പുറത്തിറങ്ങിയാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ എത്ര വലിയ അപകടമാണെന്ന് അവർക്ക് നന്നായി അറിയാം. ഓക്കെ, ഇത്രയും വലിയ ഗ്ലോബൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. ഈയൊരു അനിശ്ചിതത്വത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് നാളത്തെ ട്രേഡിംഗ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കാരണം മാർക്കറ്റിൽ നല്ല ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ലെവലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശരി, നമുക്ക് ഇന്ത്യൻ സൂചികകളിലേക്ക് വരാം. നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ. സപ്പോർട്ട് വരുന്നത് 23,980 മുകളിലേക്ക് പോവുകയാണെങ്കിൽ 24,130 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണാം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിയാലോ, 56,200 നല്ലൊരു സപ്പോർട്ടാണ്. അതുപോലെ 56,400 റെസിസ്റ്റൻസും. പിന്നെ മിഡ് ക്യാപ് നിഫ്റ്റി, അവിടെ 13,900 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനാണ് സാധ്യത. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കമ്മോഡിറ്റീസിന്റെ കാര്യം. ഗോൾഡിന് 4,800 ഒരു സപ്പോർട്ടായും 4,800 ഒരു റെസിസ്റ്റൻസായും കാണാം.
ക്രൂഡ് ഓയിലിന്റെ കാര്യം ശ്രദ്ധിക്കണം. 95-ന് താഴെ പോയാൽ നെഗറ്റീവാണ്. പക്ഷേ 96-ന് മുകളിൽ കയറിയാൽ അത് ബുള്ളിഷാണ്. ഈ ലെവലുകൾ മനസ്സിൽ വെച്ചോളൂ. ക്രിപ്റ്റോ ലോകത്തേക്ക് വന്നാൽ ബിറ്റ് കോയിന് 77,500 ഒരു സപ്പോർട്ടായും 78,000 ഒരു റെസിസ്റ്റൻസായും ഉണ്ട്. എത്തീരിയത്തിന് 2,300 ഒരു പ്രധാന സപ്പോർട്ടാണ്. അവിടെ നിന്ന് മുകളിലേക്ക് 2,350, 2,360 റേഞ്ചിലേക്ക് ഒരു നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ലോകമെമ്പാടുമുള്ള ഈ സംഘർഷങ്ങളും പ്രവചിക്കാൻ പോലും പറ്റാത്ത AI പോലുള്ള ടെക്നോളജികളും നിറഞ്ഞ ഈ മാർക്കറ്റിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ലെവൽ ഏതായിരിക്കും? ചാർട്ടിലെ വരകളും അക്കങ്ങളുമാണോ